وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ലേൺ ദി ഖുർആൻ ദേശീയ സംഗമത്തിലെ സവിശേഷമായ ഒരു സെഷനാണ് ഈ വേദിയിൽ ഇനി നടക്കാനിരിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ദ്വൈമാസ ക്യാമ്പയിൻ അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ ഇവിടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ അറിയാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചാൽ ഏത് കാലഘട്ടങ്ങളിലും മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിത വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളുമുള്ള പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ഒരു നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന ചരിത്രം അവകാശപ്പെടുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ചരിത്രം അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഏതൊരാൾക്കും മുസ്ലിം കൈരളിയിൽ ഈ പ്രസ്ഥാനം നടത്തിയ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അവിതർക്കിതമായി മനസ്സിലാക്കാനും ബോധ്യപ്പെടുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തു നിന്നോ അകലിൽ നിന്നോ കാണുന്നവരോട്, വീക്ഷിക്കുന്നവരോട്, വിലയിരുത്തുന്നവരോട് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ളത് ഈ പ്രസ്ഥാനം നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പരിശ്രമങ്ങളെക്കുറിച്ചും ഈ പ്രസ്ഥാനം നടത്തി സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇടപെടലുകളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും നിങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അതിലൂടെയാണ് ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും കഴിയുകയുള്ളൂവെന്നാണ് ഈ പ്രസ്ഥാനത്തെ അടുത്തു നിന്നോ അകലിൽ നിന്നോ വീക്ഷിക്കുന്നവരോട് ഏതൊരാളോടുമായി ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അവകാശവാദം മുന്നിൽ വെക്കുമ്പോൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന അവകാശവാദത്തെ മുന്നിൽ വെക്കുമ്പോൾ തീർച്ചയായും ചോദ്യങ്ങളുണ്ടാവാം. കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിൽ എന്ത് സവിശേഷമായ നവോത്ഥാന പരിശ്രമങ്ങൾക്കാണ്, മാറ്റങ്ങൾക്കാണ്, പരിവർത്തനങ്ങൾക്കാണ് കേരള നദ്വത്തുൽ മുജാഹിദീന് തുടക്കം കുറിച്ചതും നേതൃത്വം നൽകിയതുമെന്ന് ഏതൊരാൾക്കും ചോദ്യമുന്നയിക്കാം. പക്ഷേ സത്യസന്ധമായി പ്രത്യേകിച്ച് കേരളക്കരയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ, പഴയകാല മുസ്ലിം ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയ്ക്ക് നാം വിധേയമായാൽ എത്രത്തോളം കാലികമായ ധീരമായ നിലപാടുകളാണ്, ഇടപെടലുകളാണ് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയം സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമൂഹത്തിൻ്റെ മുൻപിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ്. നവോത്ഥാന പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുമ്പോൾ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തുന്ന, ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്കായി നടത്തുന്ന പ്രവർത്തനങ്ങളെയല്ല നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു തുടർ പ്രവർത്തനമാണ്. അതത് കാലഘട്ടങ്ങളിലെ സമൂഹങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവരെ നന്മയിലേക്ക് വഴി നടത്താനും അവരിലെ തിന്മകളെ വിഭാടനം ചെയ്യാനും, വിശ്വാസപരമായിട്ടാണെങ്കിലും ആചാരപരമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും, ചുരുക്കത്തിൽ ഒരു മുസ്ലിമിൻ്റെ മുഴുവൻ ജീവിത നിലപാടുകളിലും വ്യക്തമായ കാഴ്ചപ്പാടുകളും വ്യക്തമായ തീരുമാനങ്ങളും വ്യക്തമായ നിലപാടുകളും കേരള നദ്വത്തുൽ മുജാഹിദീനുണ്ട്. അന്ധവിശ്വാസത്തിനെതിരെ ഏത് കാലഘട്ടങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം ആ സമൂഹത്തിലെ
ആളുകൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും ഈ സെഷൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം എന്നതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു തുടക്കം മാത്രം എൻ്റെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന് പരിചയമില്ലാത്ത, പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കാത്ത വിശ്വാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത്. പ്രാമാണികമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെടാത്ത വിശ്വാസങ്ങളും പേറി നടക്കുന്ന ആളുകളോടാണ് നിങ്ങളുടെ വിശ്വാസം അന്ധമായ വിശ്വാസമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഒരു തരത്തിൽ അന്ധമായ വിശ്വാസം. മറ്റൊരു തരത്തിലുള്ള അന്ധവിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിശ്വാസത്തെ സ്വീകരിക്കാതിരിക്കലും അന്ധവിശ്വാസമാണ്. പ്രാമാണികമായ ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട സ്വഹാബികളിലൂടെ ഒരു തിരുത്തലിനും സാധിക്കാത്ത, ഒരു സ്വഹാബിയെക്കുറിച്ചും ഒരു കുറ്റവും പറയാനില്ലാത്ത സ്വഹീഹായ ഹദീസുകളിലൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, പ്രാമാണികമായ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങൾ സ്വീകരിക്കാതിരിക്കലും അന്ധവിശ്വാസമാണ്. അത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന സത്യസന്ദേശങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ, നിങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം ഖുർആനിനെതിരാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ വിശ്വാസം അല്ലാഹുവിന്റെ പ്രവാചകന് പരിചയമില്ലാത്തതാണെന്നും എക്കാലഘട്ടത്തിലും സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി മാറ്റത്തിന് വിധേയമാക്കി തൗഹീദിന്റെ പാന്താവിലേക്ക് വഴി നടത്തുക എന്ന ആദർശപരമായ ഒരു കൂട്ടായ്മയാണ്, അതല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീനെ എക്കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു തുടർ പ്രവർത്തനമാണ്. ഇന്നലകളിൽ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെ വിഭാടനം ചെയ്യാൻ, ഒരുപാട് അനാചാരങ്ങളെ സമൂഹത്തിൽ നിന്ന് നീക്കാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനം മുന്നിൽ വെക്കുന്ന ആദർശത്തിന്റെ മഹിമയാണ്. ഈ പ്രസ്ഥാനം മുന്നിൽ വെക്കുന്ന പരിശുദ്ധ ഖുർആനും കറകളഞ്ഞ പ്രാമാണികമായ ഹദീസുകളും മുറുകെ പിടിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു മഹിമയും മഹത്വവും കൊണ്ടാണ് എക്കാലഘട്ടത്തിലും സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ, സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനും പടപൊരുതുവാനും മുന്നിൽ നയിക്കുവാനും നേതൃത്വം നൽകുവാനും കേരള നദ്വത്തുൽ മുജാഹിദീന് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇന്നും അന്ധവിശ്വാസങ്ങൾ പേറി ഏതൊരു മുസ്ലിമിനും കണ്ണീരലിപ്പിക്കുന്ന ദുരന്ത വർത്തമാനങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആചാരങ്ങളുടെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പഠിപ്പിക്കാത്ത വിശ്വാസം പേര് സമൂഹം അപരിഷ്കൃതമായി അരാജകത്വത്തിലേക്ക് വഴി നീളുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പുലർത്തി ദുരാചാരങ്ങൾ പേറി ഒരു സമൂഹം മുന്നിൽ നടക്കുമ്പോൾ അരുതെന്ന് പറയാൻ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിന് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇക്കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റമെന്ന മഹിതമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ ദ്വൈമാസ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനമാണ് ഈ സാംസ്കാരിക സദസ്സിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഈ സാംസ്കാരിക സദസ്സിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും, പണ്ഡിതന്മാരെയും ബഹുവന്യരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ സാംസ്കാരിക സദസ്സിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം അഹമ്മദ് കോയ ഫ്ലീരിയ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യ ജനറൽ കൺവീനർ, ലാൻഡ് ഖുർആൻ ജനറൽ കൺവീനർ ഹുസൈൻ എംഡിയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഷ്റഫ് വേങ്ങാട്, SP അർഷുൽ അഹമ്മദ്, ഷിഹാബ് കൊട്ടുക്കാട്, കുഞ്ഞി കുമ്പളം,
ഉബൈദ് അടവണ്ണ, സുധീർ കുമ്മിൽ. ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ പണ്ഡിതൻ കബീർ സലഫി പറളി, അതുപോലെ തന്നെ ഈ സെഷനിന്റെ സമാപന പ്രസംഗം നടത്തുന്ന സഅദുദ്ദീൻ സലാഹി, അതുപോലെ ഈ പ്രസംഗത്തിന്റെ കൃതജ്ഞത അറിയിക്കുന്ന, നന്ദി അറിയിക്കുന്ന മുജീബുർ റഹ്മാൻ ഇരുമ്പുഴി, അതിലേക്കാളേറെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആദർശ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക്, ഈ സാംസ്കാരിക സദസ്സിലേക്ക് അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റമെന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ സവിശേഷമായ മഹനീയമായ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.